എൻ്റെ പേര് PC വർഗീസ്. അനിയൻ എന്നാണ് വിളിക്കുന്നത്. എഴുത്തിലെ എഴുത്തുകാര് അനിയൻ പെരുന്തിരുത്തി എന്നാണ് പറയുന്നത്. പുത്തുപറമ്പിലാണ്. എൻ്റെ അപ്പൻ്റെ പേര് PA ചാണ്ടി, അമ്മയുടെ പേര് സാറാമ്മ ചാണ്ടി. പുത്തുപറമ്പിൽ. അതാണ് ഞങ്ങളുടെ വീട്ടുപേര്. എഴുത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഒരുപാട് ഞാൻ ഈ 8ാം ക്ലാസ് തൊട്ടാണ് ഞാൻ കൂടുതലും ഈ കവിതകളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനും ഒക്കെ തുടങ്ങിയത്. മലയാളം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മലയാളമാണ്, മലയാളം ലാംഗ്വേജാണ്. അത് പഠിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് അപ്പം ആ സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ വളർന്നത്. മലയാളം ൻ്റെ ഭാഷ, എല്ലാ പാട്ടുകളും അതെല്ലാം പാട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത് പദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ പഠിക്കും. വള്ളത്തോളിൻ്റെ കവിതകൾ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് തല വേണം അങ്ങേക്കു മുക്തിക്കെങ്കിൽ അന്യുന പവാതങ്ക വിസണെ കൊല്ലാനെങ്കിൽ എന്നോടായി അതു ചൊല്ലാൻ ഇത്രയും സങ്കോചമോ ധന്യനാം നദീജിതൻ നാട്ടുകാരല്ലോ. എൻ്റെ അത്രയും വരത്തില്ലെന്നുള്ള രീതിയിലുള്ള. ശരി, താങ്ക് യു സോ മച്ച്. ഇനി എൻ്റെ ചെറുപ്പം പറയുകയാണ്. ചെറുപ്പത്തിലെ ഞാൻ ഇങ്ങനെ ചെറുപ്പത്തിലെ കാര്യം പറയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും വല്യപ്പന്മാർ ഭയങ്കര കൊപ്ര ബിസിനസ്സുകാരായിരുന്നു. അവർ കുറവല്ലങ്ങാട്ടുനിന്ന് വന്ന് അമിച്ചേരിയിൽ വന്നവരാണ്. ഞങ്ങളുടെ കുടുംബ പേരെന്ന് പറയുന്നത് കല്ലുപരയ്ക്കൽ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങളുടെ ഒരു സഹോദരൻ, 6 സഹോദരന്മാർ കുറവല്ലങ്ങാട്ടു നിന്ന് അമിച്ചേരിയിലേക്ക് വന്നു. അതിലൊരാൾ പുത്തുപറമ്പെന്ന് പറയുന്ന വീട് പാലിയക്കര പള്ളിയുടെ അടുത്തുള്ള പുത്തുപറമ്പിലേക്ക് ദത്ത് കയറി. അങ്ങനെയാണ് ഞങ്ങൾ പുത്തുപറമ്പെന്നുള്ള പേര് വന്നത്. ഞങ്ങളുടെ കുടുംബ പേര് കല്ലുപരയ്ക്കൽ എന്നാണ്. അപ്പോൾ അവിടെ വന്നതിന് ശേഷം എൻ്റെ അപ്പന് വല്യപ്പന്മാർ കച്ചവടക്കാരായിരുന്നു. അവർ 2 പ്രാവശ്യം പാണ്ടിപ്പറയിൽ പിടിച്ച് അവരുടെ പണമെല്ലാം നഷ്ടമായി, അവരുടെ സ്വത്തുക്കളെല്ലാം വിറ്റ് അവരൊന്നും ഇല്ലാത്തവരായിപ്പോയി. അങ്ങനെ പിന്നെ എൻ്റെ അപ്പൻ്റെ മൂത്ത പെങ്ങന്മാരെ എല്ലാവരെയും വല്യപ്പന്മാരുള്ളപ്പോൾ തന്നെ കല്യാണം കഴിപ്പിച്ചു. പിന്നെ എൻ്റെ അപ്പനും ഒരനിയനും ഒരു പെങ്ങളുമാണ് ബാക്കി ശേഷിച്ചതും. അവസാനം ഞങ്ങളുടെ 55 ഇങ്ങനെ 4 പ്ലോട്ടായിട്ട് സ്ഥലങ്ങളുണ്ടായിരുന്നു. ആ സ്ഥലങ്ങളെല്ലാം 55 സെൻറ്റ് അതെല്ലാം ഞങ്ങളുടെ ഒരു കസിനായിരുന്നു ഈ പുത്തുപറമ്പിലെ PT തോമസ് സാറിൻ്റെ അപ്പൻ തോമസ്. അദ്ദേഹത്തിനാണ് വിറ്റത്. അന്നത്തെ കാലത്ത് പുള്ളിയായിരുന്നു ഇച്ചിരി കാശുമൊക്കെ ഉള്ള പുള്ളിയെ. പിന്നെ സ്വന്തക്കാരനും ആയതുകൊണ്ട് ആ പുള്ളിക്കാരനാണ് ഈ സ്ഥലങ്ങളെല്ലാം കൊടുത്തത്. അവസാനം ഞങ്ങൾക്ക് ശേഷിച്ചത് 14 സെൻറ്റ് സ്ഥലമാണ്. 14 സെൻറ്റ് സ്ഥലമായപ്പം വല്യപ്പന്മാർ കൂടെ ജോലി ചെയ്ത ഒരാളായിരുന്നു കുഞ്ഞുകുട്ടിച്ചേട്ടൻ എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു വാണിയപ്പുരയ്ക്കൽ. അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാൻ പറ്റിയില്ല വല്യപ്പന്മാർക്ക്. അപ്പോൾ അതിൽ 5 സെൻറ്റ് സ്ഥലം അവർക്ക് കൊടുത്ത്, അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന 9 സെൻറ്റ് സ്ഥലവും ഒരു വീടും മാത്രമാണ് ഞങ്ങൾക്ക് അവശേഷിച്ചത്. അത് കഴിഞ്ഞ് എൻ്റെ അപ്പനാ മൂത്ത ആളെ വല്യപ്പന്മാർ ആദ്യത്തെ കെട്ടിൽ ഒരു മോനുണ്ടായിരുന്നു. അദ്ദേഹം വേറെയായിരുന്നു. ഈ സ്ഥലം വിറ്റപ്പം മൂത്ത പെങ്ങളെ കല്യാണം കഴിച്ച ഒരു ആർമിക്കാരനായിരുന്നു. അവർ തിരുലായി താമസിച്ചുകൊണ്ടിരുന്നത്. അവരുടെ കൂടെ ആയിരുന്നു ഒരു സഹോദരനുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ അപ്പനാ മൂത്തത്, ഇളയതാണ് അപ്പൻ. പിന്നെ ഇപ്പോൾ ഒരു പെങ്ങളുണ്ടായിരുന്നു കെട്ടിക്കാനുള്ളത്. ആ പെങ്ങളെ കൂടെ കെട്ടിക്കാൻ ഉള്ള മാർഗം ഇല്ലാതെ വന്നപ്പോൾ പിന്നെ ആ സ്ഥലം വിൽക്കേണ്ടതായിട്ട് വന്നു. ആ സ്ഥലം വിറ്റ് 300 രൂപ കൊടുത്ത് പെങ്ങളെ കെട്ടിച്ചു. അത് കഴിഞ്ഞപ്പം ആദ്യത്തെ കെട്ടിലെ മകനെ അവകാശം ചോദിച്ചു വന്നു. അദ്ദേഹത്തിനും 300 രൂപ കൊടുത്തു. പിന്നെ ഇളയ മകൻ്റെ വീതമായിട്ട് 300 രൂപ അദ്ദേഹത്തിനും കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞ് വർഷമായിരിക്കും ഓർമ്മയുണ്ടോ? വർഷം പറയാം. 1938, 38, 38, 40
അന്നേരം അച്ഛനൊരു 5-6 വയസ്സ്. ഇല്ല ഞാൻ 42-ലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ അപ്പൻ്റെ കല്യാണം നടക്കുന്നത്. എൻ്റെ അപ്പൻ്റെ കല്യാണം നടക്കുന്ന എൻ്റെ അമ്മയുടെ വീട് പാണ്ടനാട്ടിൽ തോട്ടുകണ്ടത്തിൽ ഗീവറിച്ചൻ്റെ മോളാണ് എൻ്റെ അമ്മ കല്യാണം കഴിക്കുന്ന സമയത്ത് അമ്മയുടെ അവിടെയും ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവരും ഇച്ചിരി പാപ്പരായിരിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷേ അമ്മയുടെ കല്യാണം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അമ്മയ്ക്ക് നല്ലൊരു കല്യാണം ആലോചിച്ചു. അപ്പോൾ അതൊരു 2ാം കെട്ടുകാരനായിരുന്നു. അപ്പം പെരുന്തുരുത്തിലെ കൊച്ചിനുണ്ണിക്ക് കല്യാണം പറഞ്ഞപ്പം കൊച്ചിനുണ്ണി ഇച്ചിരി കുടിക്കുന്ന ആളാണെന്നൊക്കെ പറഞ്ഞത് കാരണം ഇച്ചിരി പ്രയാസമായിരുന്നു. അപ്പം അമ്മ അപ്പനോട് പറഞ്ഞു, എന്നെ 2ാം കെട്ടുകാരനെ കൊണ്ട് കെട്ടിച്ചാൽ ചാടിച്ചാവും, അതുകൊണ്ട് കള്ളുകുടിനാണേലും തിരുവല്ലായിലെ കൊച്ചിനുണ്ണിയെ മതിയെന്നും പറഞ്ഞ് അങ്ങനെയാണ് എൻ്റെ അപ്പൻ്റെ കല്യാണം നടന്നത്. അത് പിന്നെ കല്യാണം എല്ലാം നടന്ന് അത് കഴിഞ്ഞ് പിന്നെ ഒരു മോനുണ്ടായി. ആ മോന് ഇച്ചിരി പഠിക്കാനുമൊക്കെ ഇച്ചിരി ഇതായിരുന്നു. അദ്ദേഹം പിന്നെ 3ാം ക്ലാസ് വരെ പഠിച്ചുള്ളൂ. 3ാം ക്ലാസ്സിൽ പഠിച്ച് കഴിഞ്ഞ് പിന്നെ പള്ളിക്കൂടത്തിൽ പോകത്തില്ല. അങ്ങനെയുള്ള ഒരു നേച്ചറായി. പിന്നെ ഈ P.O. കോശി എന്ന് പറയുന്ന ആൾ ഞങ്ങൾക്ക് ഇച്ചിരി പരിചയമുണ്ട്. അപ്പോൾ അവർ ബാംഗ്ലൂരിൽ ബിസിനസ്സൊക്കെ ഉള്ളപ്പം വരുന്ന വഴി ഞങ്ങളുടെ വീട്ടിൽ കയറും. അമ്മയെ കണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്തേച്ചേ പോകത്തുള്ളൂ. അപ്പം അങ്ങനെ ഈ മോനിങ്ങനെ പഠിക്കാതെ നിൽക്കുന്ന കാരണം എൻ്റെ പെങ്ങളുടെ അരികെ കൊണ്ടുവിടാൻ പറഞ്ഞ് തിരുമൂലപുരത്ത് അവിടെ കൊണ്ടുവിട്ട് അവിടുന്ന് 2 വർഷം അവിടെ നിന്ന് ഇവർ വന്നപ്പം ബാംഗ്ലൂരിലേക്ക് അവർ ചേട്ടനെ കൂട്ടിക്കൊണ്ടുപോയി. അത് കഴിഞ്ഞപ്പം എൻ്റെ അമ്മ അവിടെ ചെന്നപ്പോൾ, എടി നിനക്ക് 4-5 മക്കളല്ലേ, എനിക്ക് ആമക്കളാരുമില്ല, എനിക്ക് ഒരു മോനെ ഞാൻ പഠിപ്പിച്ച് ജോലി മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞ് അമ്മയോട് പറഞ്ഞ് അപ്പനോട് പറഞ്ഞ് അങ്ങനെ എന്നെ കൊണ്ട് അവിടെ ആക്കി. അവിടെ 4ാം ക്ലാസ് തൊട്ട് ഞാൻ അവിടെയാണ് പഠിക്കുന്നത്. 9 വയസ്സുണ്ടോ? 9 വയസ്സല്ലേ? അന്നേരം എനിക്കില്ല, എന്നെ 8ാമത്തെ വയസ്സിലാണ് എന്നെ സ്കൂളിൽ ചേർക്കുന്ന 8ാമത്തെ വയസ്സിലാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ CSI സ്കൂളിൽ 1 വർഷം പഠിച്ചു. അത് ബാംഗ്ലൂരാണോ? അല്ലല്ല, അത് പെരുന്തുരുത്തി. അത് കഴിഞ്ഞ് പിന്നെ മുത്തൂർ LP സ്കൂളിൽ 4ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞാണ് ഞാൻ ഇരുവള്ളിപ്പുറ സെൻറ്റ് മേരീസ് മിഡിൽ സ്കൂളിൽ വന്ന് ചേർന്നത്. അന്നൊക്കെ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഈ പ്രൈമറി സ്കൂളിൽ പഠിപ്പിക്കുന്നത്? നമുക്ക് സാർമാരൊക്കെ പ്രൈമറി സ്കൂളിൽ അങ്ങനെ അന്ന് പ്രത്യേകിച്ചൊന്നുമില്ല. കണക്കും ഭാഷയും മാത്രമേ ഉള്ളത് മെയിനായിട്ടുള്ളത്. പിന്നെ 10ാം ക്ലാസ് ഹൈസ്കൂൾ ലെവലിൽ വരുമ്പോഴാണ് പിന്നെ ചരിത്രവും അതും ഇതും എല്ലാം വരുന്നത്. അതുവരെ പിന്നെ സാർമാരൊക്കെ ആ കാലത്ത് എങ്ങനെയായിരുന്നു? ഉടുപ്പൊക്കെ ഇട്ടുവരുന്ന സാർമാരായിരുന്നു അതോ? സാർമാരെല്ലാം നല്ല ഡ്രസ്സിലേ വരത്തുള്ളൂ, നല്ല മുണ്ടും നല്ല ഇതുമായിട്ട് വരത്തുള്ളൂ. പക്ഷേ നാട്ടിലെല്ലാവരും ഇങ്ങനെ ഒരു കൈലിയും തോർത്തും ഒക്കെ എടുത്തല്ലേ പോകാറുള്ളൂ. പക്ഷെ അവര് സ്കൂളിൽ വരുന്ന സാറന്മാരെല്ലാം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ലേഡി ടീച്ചേഴ്സ് ഉണ്ടായിരുന്നതായിട്ട് ഓർക്കുന്നുണ്ടോ? ലേഡീസ് ടീച്ചേഴ്സാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. ലേഡീസ് ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് ഒരു ക്ലാസ്സിൽ എത്ര പേരൊക്കെ കാണുമെന്ന് ഒരു ഓർമ്മ? അന്നത്തെ കണക്കനുസരിച്ച് 35 പേരാണ്, 40 പേരാണ് മാക്സിമം ഒരു ക്ലാസ്സിൽ. 40. അപ്പം എത്ര ക്ലാസ് വരെയുള്ള സ്കൂളായിരുന്നു അത്? ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഞങ്ങൾ ഒരു വലിയ ഹാളിനകത്ത് ഒരു സൈഡിൽ പെൺപിള്ളേരും ഒരു സൈഡിൽ ആൺപിള്ളേരുമായിട്ടാണ് കൂടി വന്ന ഒരു 35-40 പേര് കാണാം ഒരു ക്ലാസ്സിലുണ്ട്. അങ്ങനെ 5 ഡിവിഷൻ. എത്ര ഡിവിഷൻ? 5 വരെ. അപ്പം ഒരു 120 പിള്ളേരുണ്ട് അവിടെ. അത് ചിലപ്പോൾ ഡിവിഷൻ 2 കാണും. 1ാം ക്ലാസ് 2 കാണും, 2ാം ക്ലാസ് 2 കാണും. കുട്ടികളുള്ള സമയമാണ്, പിള്ളേരുള്ള സമയം. സ്കൂളിന് നല്ല പേരുള്ള സമയമാണ്. അത് 5ാം ക്ലാസ് വരെയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഒരു നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ഹൈസ്കൂളുണ്ട്. അവിടോട്ട് ആ പിള്ളേരെല്ലാം. അതായത് സ്കൂളാ? NSS പെരുന്തുരുത്തി. മുത്തൂർ. അപ്പൊ സിരുല കവലയോട് അടുത്തു അല്ലേ? അല്ല, 1 മൈലുണ്ട്. 1 മൈലൂടെ പോയാൽ കവലയായി. ഓക്കെ. അങ്ങനെ ആ കാലത്ത് രാവിലെ 10 മണിക്ക് പോയാൽ മതി, അതോ 8 മണിക്ക്? 10 മണി. ഞങ്ങൾ രാവിലെ വീട്ടിലെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ട്, മാങ്ങായും കീങ്ങായും ഒക്കെ പറിച്ച് ചാണകമൊക്കെ വാരി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത്. രാവിലെ 1ാം ക്ലാസ്സിനും 2ാം ക്ലാസ്സിനും രാവിലെയാണ്. 3-നും 4-നും 5-നും ഒക്കെ ഉച്ച കഴിഞ്ഞ അങ്ങനെയായിരുന്നു.
ഞങ്ങൾ പോകുന്ന സമയത്ത് എൻ്റെ ചേട്ടന് ചേട്ടന് വരുമ്പം ചേട്ടൻ്റെ ഷർട്ട് മേടിച്ചിട്ടുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഒരു ഷർട്ടേ കാണത്തുള്ളൂ. പന്നിക്കഴി പാലത്തിൻ്റെ അവിടെ വരുമ്പോൾ ഞങ്ങൾ ഡ്രസ്സ് മാറും. ചേട്ടൻ്റെ ഷർട്ട് എനിക്ക് തരും. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ കാലത്ത്. അത്ര സമ്പന്നരായിട്ടുള്ളൊരു വളരെ കുറവാണല്ലോ. അന്നത്തെ സ്കൂളുകളിലെ ക്ലാസ്സിൽ പഠിപ്പീര് മാത്രമേ ഉള്ളൂ, അതോ നമുക്ക് ഡ്രില്ലോ ഒക്കെ രാവിലെ പ്രാർത്ഥനയൊക്കെ ഉണ്ടായിരുന്നു, അങ്ങനെ വല്ല ഓർമ്മ? പ്രാർത്ഥനയൊന്നുമില്ല, നമ്മുടെ ദേശീയ ഗാനം പാടും രാവിലെ. അത് കഴിഞ്ഞ് പിന്നെ ഒരു സ്കൂളിൻ്റെ ഒരു ഗാനം അവസാനം പാടും തീരുമ്പോൾ, അത്രയേ ഉള്ളൂ. പിന്നെ പൊളിറ്റിക്കലായിട്ടുള്ള ഒന്നും അങ്ങനെ ഉള്ള ക്ലാസ്സുകളൊന്നുമല്ല. സിലബസ് ഉണ്ടല്ലോ, അതനുസരിച്ച് പഠിപ്പിച്ചു. അന്ന് സാറന്മാരെയൊക്കെ ഭയങ്കര ബഹുമാനമാണ്. അടിക്കുന്ന സാറന്മാരും ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നെ അടിക്കാൻ പ്രത്യേക ഒരു സാറിനെ ഇടപാട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ചേട്ടന്മാരൊക്കെ എത്ര പേരൊക്കെ പഠിച്ചു? ചേട്ടൻ ഞാൻ കുടുംബത്തിൽ രണ്ടാമത്തേന്. അത് കഴിഞ്ഞ് എൻ്റെ മൂന്നാമത്തേത് എൻ്റെ പെങ്ങളാണ്. ഒരു പെങ്ങളെ ഉള്ളായിരുന്നു. ഒരു പെങ്ങളും ഞങ്ങൾ 5 ആണുങ്ങളും. അപ്പം പെങ്ങളെ അവിടുന്ന് ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ച്. അപ്പോഴത്തേനും എനിക്ക് 63 ജോലി കിട്ടിക്കഴിഞ്ഞ് പെങ്ങളെ അവിടെ കൊണ്ടുപോയി ജോലിക്കൊക്കെ ശ്രമിച്ചു. അപ്പം ഞാൻ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഈ PO കോശി എന്ന് പറയുന്ന ആളിൻ്റെ ചെന്നിടാം, പെൺപിള്ളേരെ ഒന്ന് കാണാൻ കൊള്ളാമെന്ന്, പെൺപിള്ളേരെ ഒന്നും ജോലിക്കൊന്നും വിടണ്ട, നീ എവിടെയെങ്കിലും കല്യാണം ആലോചിക്കും, ഞാൻ കുറച്ച് പൈസ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ പിന്നെ അപ്പം കല്യാണത്തിന് ഞങ്ങൾ എൻ്റെ അപ്പൻ്റെ ചേട്ടത്തിയുടെ വീട്ടിൽ പോയപ്പം ചേട്ടത്തിയുടെ ഒരു മൂത്ത മോളെ കെട്ടിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു അനിയനെ ആർമിയിലുണ്ടായിരുന്നു. അദ്ദേഹം കല്യാണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അപ്പം ഇവിടെ വന്നിട്ട് എൻ്റെ അപ്പനെ കൊച്ചപ്പ എന്നാണ് വിളിക്കുന്നത്. കൊച്ചപ്പ, കുഞ്ഞുഞ്ഞമ്മയ്ക്ക് കല്യാണം വേറെ ആലോചിക്കരുത്, ഞാനിപ്പം ആർമിയിലെ ഈ ഫീൽഡ് വർക്കിലാണ്, 1 വർഷം കഴിയുമ്പോൾ ഞാൻ വരും, അന്നേരം അവിടെ കല്യാണം കഴിച്ചോളാമെന്നും പറഞ്ഞു. അറിയാവുന്ന ആൾ തന്നെയാണ്. അറിയാവുന്ന എൻ്റെ അമ്മയുടെ ചേട്ടത്തിയുടെ മോളെ പുള്ളിയുടെ ചേട്ടനാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ജോഡിയായിരുന്നു, സെറ്റായിരുന്നു, നല്ല പൊരുത്തവും നല്ല കാണാൻ. ആ കാലത്ത് ആർമിയിലെ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു? കഷ്ടപ്പാടൊക്കെ ഉള്ളതായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതോ കഷ്ടപ്പാട് ആർമിയിലെ ട്രെയിനിങ് കാലത്തൊക്കെ കുറച്ച് കഷ്ടമുണ്ട്. അത് ഇന്നും ഉണ്ട്, അന്നും ഉണ്ട്. ആ രീതിയിലേ പോകത്തുള്ളത്. എന്നിട്ട് ആ പെങ്ങളെ കെട്ടിച്ച് അവരങ്ങ് നോർത്ത് ഇന്ത്യയിലെ വല്ലതൊക്കെ പോയോ? അവർ നോർത്ത് ഇന്ത്യയിലെല്ലാം പോയി. അതെല്ലാം കഴിഞ്ഞ് റിട്ടയർഡായി. അവസാനം ബാംഗ്ലൂരിൽ വന്ന് സെറ്റിലായി. അപ്പം ബാംഗ്ലൂരിൽ വന്ന് പുള്ളിക്കാരന് ഞാൻ സ്ഥലമൊക്കെ മേടിച്ചു കൊടുത്തു, ചെറിയൊരു വീടുമൊക്കെ പണിത് കൊടുത്തു. അപ്പം നമ്മളോടുള്ള സ്നേഹത്തിന് പുള്ളിക്കാരൻ മാർത്തോമക്കാരനായിരുന്നു. പുള്ളിക്കാരൻ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ ചേർന്ന് അങ്ങനെ വന്നത്. അച്ഛൻ ബാംഗ്ലൂർ എക്സാക്ട് ഏത് സ്ഥലത്തായിരുന്നു? ഈ ബാംഗ്ലൂരിൽ ഞാൻ ആനപ്പാളയം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഈ ഒസൂർ റോഡിനോട് അടുത്തുള്ളതാണ്. എത്ര മൈൽ ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് എത്ര മൈൽ പോകേണ്ടി വരും? സിറ്റിയിൽ നിന്ന് അവിടെ നിന്ന് 5 മൈൽ. അന്നൊക്കെ സൈക്കിളിലാണോ എങ്ങനെയാ പോകുന്നത്? ആദ്യം ഞാൻ സൈക്കിളായിരുന്നു, 10 വർഷം സൈക്കിളായിരുന്നു. അതായത് ജോലി കിട്ടി ആദ്യം ഒരു 2 വർഷം, 63 ജോലി കിട്ടി. 64 ഞങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്ന് ഓരോ സൈക്കിള് തന്നു. അങ്ങനെ അന്ന് അതൊരു വലിയ ഇതായിരുന്നു. ആ സൈക്കിളിലായിരുന്നു 2000 ഇതുവരെ 10 വർഷം കല്യാണമൊക്കെ കഴിഞ്ഞാൽ പിന്നെ സ്കൂട്ടറൊക്കെ വാങ്ങിയത്. ഈ ബാംഗ്ലൂരിലെ ബോഷിലെ കമ്പനിയിലെ ജോലി ചെയ്യുന്നത് കൂടാതെ വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യും? എനിക്ക് അഡീഷണൽ കൺസ്ട്രക്ഷൻ വർക്കുണ്ട്. അന്ന് തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു അമ്മയുടെ ചേട്ടത്തിയുടെ ഒരു മോന് ജോലിയില്ലായിരുന്നു, അതിനൊരു കട തുടങ്ങി. ആ കട നടത്തിക്കൊണ്ടിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അതെന്തിൻ്റെ ആയിരുന്നു? അത് പലചരക്കടയല്ല, ബീഡി സിഗരറ്റ്, ഇങ്ങനെ ചെറിയ ഐറ്റംസ്. നല്ല ബിസിനസ്സായിരുന്നു. നല്ല ഡബിൾ റോഡിൻ്റെ സെൻട്രലിലായിരുന്നു ബാംഗ്ലൂരിൻ്റെ. അപ്പോൾ അതിലങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം അവന് ഒരു ഗൾഫിലേക്ക് ഒരു ജോലി കിട്ടിയപ്പോൾ അവനങ്ങ് പോയി. പിന്നെ എൻ്റെ അനിയനെ കൊണ്ടുവന്നു അവനെ ആക്കി. നന്നായിട്ട് നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ അവനെ കല്യാണം കഴിച്ച് ഗൾഫിലൊക്കെ അവർ കൊണ്ടുപോയിക്കോളാം എന്നൊക്കെ പറഞ്ഞ്, അത് കഴിഞ്ഞ് അവൻ എന്നോട് പറഞ്ഞു, എനിക്ക് കടയിങ്ങനെ നേരെ ഞാൻ അധികം പഠിച്ചിട്ടില്ല, എനിക്ക് വിദേശത്തെങ്ങും പോകാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കട കൊടുത്തേക്ക് ഞാൻ തിരിച്ച് വന്ന കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് മാറി. മനസ്സിലായി.
ഈ സമയത്തൊക്കെ പള്ളിയുമായിട്ടുള്ള ആക്ടിവിറ്റീസ് ആ എങ്ങനെയായിരുന്നു? പള്ളിയുമായിട്ട് അന്നും ഇന്നും നല്ല ബന്ധത്തിൽ തന്നെയാണ്. ആരംഭത്തിൽ തൊട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരാധനയും കാര്യങ്ങളും പള്ളിയുമായിട്ട് മുന്നേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കണമെന്നാണല്ലോ. ഓർത്തഡോക്സ് സഭയിൽ തന്നെയാണ്. അതെ, ഓർത്തഡോക്സ് സഭയിൽ തന്നെ. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ ഓർത്തഡോക്സ്? ആ അവിടെ ഞങ്ങൾ പള്ളി, ഞങ്ങളുടെ ആദ്യം കട്ടപ്പുറത്ത് പള്ളിയായിരുന്നു, പാലിക്കരയായിരുന്നു. പാലിക്കര കഴിഞ്ഞ് അവിടുന്ന് കട്ടപ്പുറത്ത് പള്ളി വന്നപ്പോൾ ഞങ്ങൾ അവിടോട്ട് മെമ്പേഴ്സായി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ കട്ടപ്പുറത്ത് നിന്ന് മുത്തൂറ്റ് പള്ളി ഉണ്ടായപ്പം മുത്തൂറ്റ് പള്ളിയിലേക്ക് ഞങ്ങൾ മാറി. ഇപ്പോൾ പെരുന്തിരുത്തിൽ ഒരു പള്ളി പണി വന്നത്. ഓക്കെ 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 അച്ഛൻ പറഞ്ഞു. பறந்து போனாளே என்னை மறந்து போவாதே, நான் பார்க்கும்போது கண்களுரண்டை கவர்ந்து போனாளே, அவள் பறந்து போனாளே என்னை மறந்து போவாதே, நான் பார்க்கும்போது கண்களிரண்டை കവർന്നു പോണാളേ. താങ്ക് യു. തെലുങ്ക് അറിയാമോ? ഇല്ല. എഴുത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ചെറുപ്പം തൊട്ടേ ഒരുപാട്, ഞാൻ ഈ 8ാം ക്ലാസ് തൊട്ടാണ് ഞാൻ കൂടുതലും ഈ കവിതകളും കാര്യങ്ങളും ഒക്കെ പഠിക്കാനും ഒക്കെ തുടങ്ങിയത്. മലയാളം കൂടുതൽ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മലയാളമാണ്, മലയാളം ലാംഗ്വേജാണ്. അത് പഠിക്കാനും ഒക്കെ തുടങ്ങിക്കഴിഞ്ഞ് അപ്പം ആ സാഹചര്യത്തിൽ കൂടിയാണ് ഞാൻ വളർന്നത്. മലയാളത്തിൻ്റെ ഭാഷ, എല്ലാ പാട്ടുകളും അതെല്ലാം പാട്ടാണ് ഞാൻ കൂടുതലും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അത് പാട്ട് പദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മുഴുവൻ പഠിക്കും. വള്ളത്തോളിൻ്റെ കവിതകൾ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോട് തല വേണം അങ്ങേക്കു മുക്തിക്കെങ്കിൽ, അന്യുന പവാതങ്ക വിസണെ കൊല്ലാനെങ്കിൽ, എന്നോടായി അതു ചൊല്ലാൻ ഇത്രയും സങ്കോചമോ, ധന്യനാം നദീജിതൻ നാട്ടുകാരല്ലോ നാം. അങ്ങനെ ഈ കവിത ഞങ്ങളുടെ ഒരു കല്ലൂപ്പാറ നാരായണൻ നമ്പൂരി സാറ് ഹൈസ്കൂളിൽ കയറുമ്പോൾ ആദ്യത്തെ ക്ലാസ് എടുക്കുമ്പോൾ പുള്ളി പാടിയ പാട്ടാണ്. അന്ന് തൊട്ടാണ് ഈ പാട്ടിനോടുള്ള കമ്പം കയറിയത്. അങ്ങനെ പിന്നെ എല്ലാ പാട്ടുകളും, സിനിമാ പാട്ടുകളും ഹിന്ദി പാട്ടുകളും എല്ലാം ഞാനിങ്ങനെ പഠിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പിന്നെ ഫാക്ടറിയിൽ എനിക്ക് കൂടുതൽ 7 വർഷം ഞാൻ പ്രൊഡക്ഷൻ ലൈനിൽ ജോലി ചെയ്തുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ സൂപ്പർവൈസറായിട്ടിരുന്നതുകൊണ്ട് എനിക്കങ്ങനെ കൂടുതൽ ജോലിയില്ല. അവർക്ക് അലോട്ട്മെൻറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ അത്രയേ ഉള്ളൂ. ഹാർഡ് വർക്കൊന്നുമില്ല. പിന്നെ വെളിക്കാൻ എനിക്ക് ഹാർഡ് വർക്ക് കൂടുതലുള്ളത്. ഓർമ്മയിലുള്ള ഒരു ഹിന്ദി പാട്ട് ഏതായിരിക്കും? नीले गगन के तले धरती का प्यार उबले, ऐसा ही जग में आती है सुबह, ऐसा ही शाम दले, नीले गगन के तले धरती का प्यार उबले, बलकाती बोले फुलाए बिखरे, दोनों की हाथ बले, नीले गगन के तले धरती का प्यार उबले, मर्ती में खेले पेड़ों से मिल के गले, नीले गगन के तले धरती का प्यार उबले, नदियों का पानी दरिया से मिल के सागर की ओर चले, नीले गगन के तले धरती का प्यार उबले, नीले गगन के तले धरती का प्यार उबले. താങ്ക് യു. ഇംഗ്ലീഷ് പാട്ട് വേണോ? ഇംഗ്ലീഷ്, കന്നഡ വരണം. ഇംഗ്ലീഷ് ആയിക്കോട്ടെ. I wandered lonely as a cloud that
floats on high over vales and hills. When all at once I saw a crowd, a host of golden daffodils, beside the lake, beneath the trees, fluttering and dancing in the breeze. Continuous as the charts that shine and twinkle on the Milky Way, they structured in never-ending line along the margin of a bay. 10,000 saw I at a glance, tossing their earth in quietly dance. താങ്ക് യു. ഇനി ഒരു കന്നഡ പാട്ടിന്റെ ഒരു രണ്ട് കന്നഡ പാട്ട് പാടാം. സൂര്യങ്ക് ചന്ദ്രങ്ക് ബന്ധാര മുനുസു നഗതാಗಿ പൂതായി മനസ്സു രാജങ്കു റാണിക്കു മുറുതോരു മനസ്സ് അരമനയ്ക്ക് നെയ്തു സോഗസു. താങ്ക് യു. ആ ലാസ്റ്റ് ലൈനിന്റെ മീനിങ് എന്തായിരുന്നു വെച്ചാൽ? രാജങ്ക് റാണിക്കു മുറുതോരു മനസ്സ് അരമനയ്ക്ക് നെയ്തു സോഗസു. രാജാക്കന്മാരുടെ കൂടെ ജീവിച്ചാലും സാധാരണ ജനങ്ങളുടെ കൂടെ കഴിയുന്നതിൻ്റെ അത്രയും വരത്തില്ലെന്നുള്ള രീതിയിലുള്ളതാണ്. ശരി. താങ്ക് യു സോ മച്ച്.